ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഒരു തേങ്ങ, ഒരു നെല്ലിക്ക വലുപ്പത്തിലും ലേശം കൂടിയും വാളംപുളി, പിന്നെ 6 ചെറിയ ഉള്ളി. ഇതെല്ലാം ഞാനൊന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്തതാണ് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് പിന്നെ അത് ചമ്മന്തി പൊടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാനെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു പേക്ക് ഉണക്ക ചെമ്മീനാണ് ഞാൻ എടുത്തത്. നല്ല വൃത്തിയുള്ള ചെമ്മീനാണ് കേട്ടോ. കഴുകി നല്ലപോലെ ഉണക്കി വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് എണ്ണയില്ലാതെ നല്ലപോലെ വറുത്തെടുക്കാം. നല്ലോണം ഒന്ന് വറുത്തിട്ട് പൊടിക്കണം. ഇങ്ങനെ ചെയ്താൽ 1 മാസം വരെയെല്ലാം നമുക്ക് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. വേറെ എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇതിപ്പോൾ 8 ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല പോലെ വഴറ്റി കൊടുക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാത്ത നല്ല പോലെ വറുത്തെടുക്കുക. വറുത്തെടുത്തിട്ട് നമുക്കത് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഞാൻ പറയുന്ന രീതിയിൽ ചമ്മന്തി പൊടിച്ചാൽ 1 മാസം വരെ കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. കാരണം എല്ലാം നമ്മളൊന്ന് ഒതുക്കി ഏറ്റല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് ഉപ്പില്ലാതെ ചെമ്മീനാണേ. ചിലർ ഉപ്പ് പെരക്കിയിട്ടല്ലേ ചെമ്മീൻ ഉണക്കിയത്. ഉപ്പൊന്നുമില്ല. വേറെന്താ, ഹോസ്റ്റലിലേക്കും ഗൾഫിലേക്കെല്ലാം കൊടുത്തയക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 6 മാസം വരെയെല്ലാം കേടുകൂടാതെ നിൽക്കും. പിന്നെ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് വ്യൂസ് കുറവാണ്, സബ് കുറവാണ്, എല്ലാം കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ലൈവ് ഇടുന്നില്ല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചെമ്മീൻ മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങയും നമ്മൾ ഒതുക്കി വെച്ച പുളിയും എല്ലാം കൂടിയില്ലേ, അത് നല്ലപോലെ ആ ചട്ടി കിടന്നൊന്ന് മൊരിഞ്ഞ് വരണം. ആദ്യം നമുക്കെല്ലാം ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. മറ്റങ്ങ് കരിഞ്ഞു പോകും. ഇത് വറ്റൽമുളക് ചതച്ചതാട്ടോ ഞാനിട്ടത്. ഇതുണ്ടെങ്കിൽ എളുപ്പം കയ്യേണ്ടിയിട്ട് ചതച്ചത് ഇട്ടതാണ്. ഒരു 6 പച്ചമുളകോളം ചതച്ചത് ഞാൻ ഇട്ടിട്ടുണ്ട്. കുട്ടിയൊക്കെ കൊണ്ട് എരിവ് കുറച്ചിട്ടതാണ്. എരിവുള്ളതാണ് മുളക്, കാശ്മീരി മുളകല്ല. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ആയിരിക്കെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. കാരണം വെളുത്തുള്ളി ഇട്ടാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കേടാവും. ഉള്ളി ഒരിക്കലും ജാസ്തി ഇടരുത്. അതും ഒരു 3-4 എണ്ണ ഇടാൻ പാടുള്ളൂ. ഇതെല്ലാം ജാസ്തി ഉപയോഗിച്ചാൽ കുട്ടികൾ പുറത്തല്ല, ഫ്രിഡ്ജുണ്ടാവില്ലല്ലോ ഹോസ്റ്റലിലൊന്നും. അപ്പം വടക്കായി പോവും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ചെയ്താലൊരു 2 മാസമെല്ലാം നല്ലോണം നിൽക്കും. ഇത് മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ. വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റാണ്. നല്ല പോലെ മൊരിഞ്ഞ് കിട്ടണം. ഞാൻ അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. നല്ല പോലെ ഇളക്കി കൊടുക്കുക.
എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ പിന്നെ നമ്മൾ പിന്നെയും മിക്സിയിൽ ഒന്നും കൂടെ പൊടിക്കണ്ട. അത്ര കറിവേപ്പിലയും ചെമ്മീനും കൂടെ പൊടിച്ചതാണത്. ഇനി അതും കൂടെ നമുക്ക് ആ തേങ്ങ ഒന്ന് മാളി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് മൊരിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മൊരിഞ്ഞ് വരണം. വേറെ എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങൾ? ഇതൊരു 8:30ക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. രാത്രി ക്ലിയർ കുറവായിരിക്കും. എന്നോടങ്ങ് മറന്നുപോയി. ഹോസ്റ്റലിൽ കൊടുത്തു വിടാനുള്ള കാര്യമേ വിട്ടുപോയി. നമ്മൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡിയായിട്ടോ. ഇനി നല്ലപോലെ തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക.